മൂവി കണ്ടതാ ഇപ്പൊ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഒരു വൺ ലൈനിൽ മൂവി എങ്ങനെയുണ്ടെന്ന് എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഷുവറായിട്ട് പറയാൻ പറ്റും, അടുത്ത ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ് ഇതൊക്കെ റീമേക്ക് പ്രതീക്ഷിക്കാവുന്ന. അതിനോട് കൂടി ചേർത്തിട്ട് എനിക്കും കൂടെ ഒരു കാര്യം പറയാൻ പറ്റും, അത് ലാലേട്ടനല്ലാതെ വേറെ ആർക്കും ഇതിൽ ചെയ്യാൻ പറ്റുന്ന കുറെ സാധനങ്ങളൊന്നും വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ഞാൻ ലാലേട്ടൻ ഈസ് ബാക്കോ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടന്റെ തിരിച്ചുവരവോ ഒന്നും അങ്ങനെയൊന്നും ഞാനിത് പറയുന്നില്ല. കാരണം ഇത് ഒരു സ്റ്റെല്ലർ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ ഇത് എല്ലാവരുടെയും ഒരു എഫേർട്ടാണ്. ഇത് ഈ കഥ എഴുതിയ ശാന്തി മായാദേവി, ജിത്തു ജോസഫ്, ഇത് സിദ്ദിഖ്, ഇതിൽ അഭിനയിച്ച എല്ലാവരും, പ്രിയാമണി, അനശ്വര, ഇത് ആ ഒരു ടീം എല്ലാവരും, ജഗദീഷ്, മോഹൻലാൽ, എല്ലാവരുടെയും ഒരു വലിയൊരു ടീം എഫേർട്ടിന്റെ എന്താ പറയുക സ്പ്ലെൻഡഡ് പെർഫോമൻസും അവരുടെ ടീം എഫേർട്ടും സ്റ്റെല്ലർ പടടി. അതായത് ഞാൻ പടം തുടങ്ങിയ സമയത്ത് ഞാനും ചിത്തുബായും സെയിം കാര്യം പറഞ്ഞു എന്നുള്ളതാണ് അല്ലെ. നമുക്കൊരു കുറച്ചൊരു ഡ്രാമ പോലെ ഒരു ഫസ്റ്റ് 10 മിനിറ്റ് ഫീലായി. ആ ഡ്രാമ ഫീലായി എന്ന് പറയുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്ന പോലെ ഇരുന്ന് നമ്മളെ മുന്നിൽ ഒരു സിനിമ കാണുന്നേക്കാൾ ഉപരിയായിട്ട് ഒരു സ്ക്രിപ്റ്റ് വായിക്കുന്ന പോലെ തോന്നി. അത് ഒരു തുടക്കത്തിൽ കുറച്ച് നേരം മാത്രം, ഒരു 10 മിനിറ്റ് സിനിമയുടെ തുടക്കത്തില് ഒരു സെയിം ദൃശ്യം മോഡൽ, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഒരു ഹറി, പെട്ടെന്നുള്ളൊരു ഹറി. ഇവര് ഒരു ഭയങ്കര ഹറി ആയിപ്പോയി. അതായത് അതിൽ പറയുന്ന ആളുകളും വന്നു പോകുന്ന ക്യാരക്ടേഴ്സും പറയുന്ന ഡയലോഗുകളൊക്കെ അച്ചടിച്ച് വെച്ച് പറഞ്ഞു പോകുന്ന ഒരു ഫീൽ ആദ്യത്തെ 10 മിനിറ്റ് തന്നെങ്കിലും റെസ്റ്റ് ഓഫ് ദ മൂവി വാസ് ലൈക്ക് ഒന്നും പറയാനില്ല. കാരണം എന്താ അറിയോ, ആ ഒരു 10 മിനിറ്റ് മാത്രമേ അത് ചിന്തിക്കാനുള്ള ഒരു സമയം കിട്ടുള്ളൂ. പിന്നെ സിനിമേന്റെ കൂടെ പോയി. എന്റെ ഏറ്റവും ഫേവറേറ്റ് പോർഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫിന്റെ നമ്മുടെ ടുവേർഡ്സ് ദ ഇന്റർവെല്ലിൽ വരുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് ലാലേട്ടനും സിദ്ദിഖും കൂടിയുള്ള ഒരു കോൺവെർസേഷൻ കോട്ടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സാധനം നടക്കുന്നുണ്ട്. അത് കുറെയൊക്കെ നിങ്ങൾ ഫാൻ ഷോ ആണ് കണ്ടതുണ്ടെങ്കിൽ കയ്യടിയും ബഹളത്തിലും പോയി കാണും. പിന്നെ ഇതിനകത്ത് കുറച്ചൊരു BGM ഓവർഡോസും കയറി കാണും. അത് നിങ്ങൾ കൃത്യമായി നോക്കിയിരുന്ന അതൊരു ഗൂസ് ബമ്പാണ്. ഇങ്ങനെ രോമം നീച്ചു നിൽക്കുന്ന ഒരു സാധനമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അനശ്വര അതുപോലെ ലാലേട്ടൻ രണ്ടാളും കൂടി മീറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്. ആ സീനില് ഞാനത് എങ്ങനെ എൻജോയ് ചെയ്തു എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ അത്ര അടിപൊളിയായി എൻജോയ് ചെയ്തു ആ സീൻ. അനശ്വരന്റെ പെർഫോമൻസ് എടുത്തു പറഞ്ഞു പറ്റും കേട്ടോ. കാരണം അനശ്വരയ്ക്ക് കിട്ടിയ റോള് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഹാർഡ്, ഡാം ഹാർഡാണ്, ഭയങ്കര ഹാർഡാണ്. ആ ഒരു ക്യാരക്ടർ മുന്നോട്ട് എങ്ങനെ പിടിച്ചു കൊണ്ടുപോകാന്നുള്ളത്. കുറച്ച് പോലും ഓവറും ആയില്ല, കുറച്ച് പോലും കുറഞ്ഞു. അതും അനശ്വര അത് പെർഫോം ചെയ്യേണ്ടത് ആരുമില്ല. ലാലേട്ടൻ, സിദ്ദിഖ്, പ്രിയാമണി, ജഗദീഷ്. ഈ സിനിമയില് അത് അനശ്വര ഹാറ്റ്സ് ഓഫ്, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. കാണിച്ച ധൈര്യത്തിനും ഭയങ്കരമായിട്ട് ധൈര്യം എന്നൊന്നുമില്ല, ലൈക്ക് അവര് നടി എന്നുള്ള നിലയ്ക്ക് അവരൊക്കെ ഗ്രൂമിങ് വരൂല അവർക്ക് ഇങ്ങനെ ചെയ്ത് അത് കാണാനുണ്ട്. ഭയങ്കര കേട്ടോ, ഒരു രക്ഷയില്ല അനശ്വര. ഇതില് ഞാൻ ഈ സിനിമ വൺ ഓഫ് ദ വെരി ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്ന അനശ്വരയുടെ ക്യാരക്ടറാണ്. ഇനി ഇത് വേറെ ഏതെങ്കിലും നമുക്കങ്ങനെ പറയാൻ പറ്റാൻ കാരണം എന്താ വെച്ചാൽ ചെറിയ കുട്ടിയായിട്ട് അഭിനയിക്കുന്ന സമയം മുതൽ നമ്മുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാം. അത് മാത്രമല്ല, ഇനി ഈ സിനിമ ഏത് ലാംഗ്വേജിക്ക് മാറ്റിയാലും അനശ്വര ചെയ്ത റോള് ഞാൻ പറയുമ്പോ മേ ബി ഇത് പറയുന്നത് കൊണ്ട് ചിലപ്പോ ഫാൻസിനൊക്കെ സങ്കടം ഇതൊക്കെ വരാം. പക്ഷെ ലാലേട്ടനെ ചിലപ്പോൾ റീപ്ലേസ് ചെയ്യാൻ പറ്റും, സിദ്ദിഖിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും, എല്ലാരെയും റീപ്ലേസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് അവര് ചെയ്യും, ഒബ്വിയസ്ലി ചെയ്യും. പക്ഷെ അനശ്വര ചെയ്ത ക്യാരക്ടർ അവിടെയൊക്കെ വേറൊരാൾ റീപ്ലേസ് ചെയ്ത് വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രത്തോളം അനശ്വരയ്ക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് കൊടുക്കാനുണ്ട്. അത് കൃത്യമായി ഡെലിവർ ചെയ്തിട്ടുണ്ട് അനശ്വര. ഞാൻ ഈ എൻറ്റയർ സിനിമ ഞാൻ ലാലേട്ടനെ കണ്ട് സന്തോഷിച്ചു, സിദ്ദിഖ് സാറിനെ കണ്ട് സന്തോഷിച്ചു. പക്ഷെ അനശ്വരന്റെ പെർഫോമൻസിൽ നിന്ന് കിട്ടിയ ആ ഒരു ഫാക്ടർ ഉണ്ടല്ലോ, അതൊക്കെ ആ ടുവേർഡ്സ് ദ ക്ലൈമാക്സിലൊക്കെ ദാറ്റ് വാസ് ലൈക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഈ വെടിപ്പടം കണ്ടിട്ട് എനിക്ക് ഗൂസ് ബംസ് വന്നിട്ടുണ്ട്, രോമൻ നീച്ച് നിന്നിട്ട് സീറ്റിന്റെ എഡ്ജിൽ വന്ന് നിന്നിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയുടെ ക്ലൈമാക്സിൽ അനശ്വരയുടെ രംഗം കണ്ടിട്ട് കിട്ടിയ സാറ്റിസ്ഫാക്ഷനും ആ ഒരു ഇത് സത്യത്തിൽ ഞാൻ കൈയടിക്കാൻ മറന്നുപോയത്. സിനിമയായിട്ട് എല്ലാവരും കൈയടിച്ചു, ഞാൻ കൈയടിക്കാൻ മറന്നുപോയത്. ആ സിനിമയില് ശരിക്കും അതിലൊരു ഇതല്ല, അനശ്വര ശരിക്കും എന്താ അതിലൊരു വിക്ടിം അല്ല. പക്ഷെ നമ്മള് ശരിക്കും അനശ്വരയാണ് ആ റോള്, അതൊരു സിനിമയാണെന്നൊക്കെ മറന്നുപോയി. നമ്മളും അറിയാതെ വിധികളൊക്കെ വരുമ്പോ നമ്മൾ ഭയങ്കരമായിട്ട് ആൻഡ് കോർട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കോടതി കണ്ടവർക്കും കോർട്ടിന്റെ പ്രൊസീജിയേഴ്സ് അറിയുന്നവരും ചിലപ്പോൾ ഈ സിനിമ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുമായിരിക്കും. അത് ഞാൻ ആദ്യമേ പറയുന്നു. അതായത് നിങ്ങളിത് പ്രിസൈസ് ആയിട്ട് ദിസ് വിൽ ബി ദിസ്, ഇത് ഇങ്ങനെ തന്നെയാണ് എന്നുള്ളൊരു ക്ലെയിം
എനിക്ക് തോന്നുന്നത് ഇതിന്റെ സിനിമാക്കാർ വരെ ചെയ്തിട്ടില്ല. പക്ഷെ അവർ എഫേർട്ട് എടുത്തിട്ടുണ്ട്, കൃത്യമായ എഫേർട്ട് എടുത്തിട്ട് ഓക്കെ ഈ കോർട്ട് ഇങ്ങനെയാണ്, ഈ കോടതികൾ ഇങ്ങനെയാണ്, കോടതിയുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിലുണ്ടല്ലോ, ഇപ്പൊ അടുത്ത് റീസെന്റ് ഒരു കേസിലടക്കം നമ്മൾ കണ്ടതാണ്, ഒരു പ്രതി പുല്ല് പോലെ ഇറങ്ങിപ്പോ, പ്രതിയാണ് എന്ന് പറഞ്ഞ വ്യക്തി നിരപരാധിയാണ് എന്ന് പറഞ്ഞിട്ട്, അതെ നിരപരാധിയാന്ന് പറഞ്ഞ പുല്ല് പോലെ ഇറങ്ങിപ്പോകുന്നു. കാരണം മെറ്റീരിയൽസ് ഇല്ല. ഒരാളെ സസ്പെക്ട് ആയി കൊണ്ടു നിർത്തി അയാൾ തന്നെയാണ് പ്രതി എന്ന് തെളിയിക്കാനുള്ള മെറ്റീരിയൽസ് മെറ്റീരിയൽസിനാണ്, എവിഡൻസ് ആ സാധനമാണ്. അത് കൃത്യമായിട്ട് ഈ സിനിമയ്ക്ക് കാണിച്ചു തരാനും കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാനും സിനിമയ്ക്ക് പറ്റും. ആ സിനിമയിൽ ഈ ഒരു കോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സെന്റിമെന്റ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ കയ്യിൽ. പിന്നീടാണ് ഐക്യ സംഗതികൾ വരുന്നത്, ആ വരുന്നത് ഒക്കെയാണ്. അതെ, പിന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്, അങ്ങേര് എന്താ പറയാ, ഒരു എന്താ ഒരു ലാസ്റ്റ്, ഞാൻ ഇത് സ്പോയിലർ ഒന്നുമല്ല, നിങ്ങൾ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ലാസ്റ്റിൽ ഒരു സീനൊക്കെ ഉണ്ട് ഇതിനകത്തൊക്കെ. അല്ലെങ്കിൽ ലാലേട്ടൻ മാജിക്കുകൾ കുറെ സംഗതികൾ ഈ സിനിമ, അയാൾ നടന്നാലും മതി, ഈ ചങ്ങായി നടന്നാലും നോക്കിയാലും അടക്കം എന്താ പറയാ രോമാഞ്ചാണ്. ഇങ്ങനെ കിട്ടിയാൽ മതി ഇങ്ങനെ, അല്ലാതെ ഇങ്ങനെ നമുക്ക് കുറെ ഏജന്റ് എക്സ് ആയിട്ടോ മീശ പിരിച്ചിട്ടോ ഒന്നും കിട്ടണ്ട, അതിന്റെ ആവശ്യമില്ല സത്യത്തില്. ഈ മനുഷ്യനെ ഇങ്ങനെ കണ്ടാലും കിട്ടിയാലും മതി. കാരണം ഇതിന്ന് കിട്ടുന്ന ഒരു സമാധാനം, ഇതിന്ന് കിട്ടുന്ന ഒരു സന്തോഷം, ഇതിന്ന് കിട്ടുന്ന ഒരു ഭയങ്കരമാണ്. ലാലേട്ടനും മമ്മൂക്കും ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുമ്പോ ലാലേട്ടനും മമ്മൂക്കും തിരിച്ചു വന്നു എന്നുള്ളതല്ല, മലയാള സിനിമയാണ് നമുക്ക്, മലയാള സിനിമയല്ല, മലയാള സിനിമയാണ് നമുക്ക് കിട്ടുന്നത്. മലയാള സിനിമയില് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഉള്ളു എന്നുള്ള തിരിച്ചറിവാണ് കിട്ടുന്നത്. ലാലേട്ടനെ കൊണ്ടുപോയിട്ട് ഓരോന്ന് ചെയ്തു കൂട്ടുന്ന ആളുകൾ ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ സിനിമകൾ കണ്ടിട്ട് ഈ മനുഷ്യൻ ഇനി ഇതിലേറെ എന്തൊക്കെയോ കാണിച്ചു തരാൻ നമുക്ക് പഴയ ലാലേട്ടനെ കിട്ടി, പഴയ മമ്മൂക്കനെ കിട്ടി, അങ്ങനെയല്ല ശരിക്കും. അവരൊക്കെ അവിടെ തന്നെ ഉണ്ട്, ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നില്ലാതാണ്. ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന് ഡയലോഗ്സ് ഒക്കെ കുറവുള്ള സിറ്റുവേഷനിൽ ചില നോട്ടം, ചില ക്യാമറ ആംഗിളുകൾ, ഇതിലൊരു ഒറ്റ സീൻ ഇങ്ങനെ കണ്ടടി, ഒരു ഇന്നോവനെ ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് വന്നു പോണ ഒരു സാധനം. ഒരു മനുഷ്യന് അതെന്തായാലും നമ്മൾ ശ്രദ്ധിച്ചു പോകും. ഒരു മനുഷ്യനെ ഇങ്ങനെയല്ലേ, അതെ ലാലേട്ടൻ അനശ്വരനെ കാണുന്ന ഒരു സീനില് ലാലേട്ടന്റെ കുറച്ച് എക്സ്പ്രഷൻ ഉണ്ട്, അത് വെറുതെ മുഖത്ത് നിന്ന് വെറുതെ അതൊന്ന് നോക്കി നിങ്ങള്. ഒരു ഒറ്റ സീൻ ഉണ്ട് ഇതിനകത്ത്, ഒരൊറ്റ സീൻ ഉണ്ട്, ഒരു ഇന്നോവ ഇങ്ങനെ ലാലേട്ട ഇന്നോവയ്ക്ക് അകത്ത് വരുന്ന ഒരു ഒറ്റ സീൻ. ഞാൻ സത്യം പറയാം, ആ ഒരു ഒറ്റ സീന് സ്ക്രീനിൽ ചിലപ്പോ ഒരു 1 മിനിറ്റ്, ഒരു മിനിറ്റ് 1.25 മിനിറ്റ് ആ ഒരു സ്ക്രീൻ, ആ സീൻ ഉണ്ട്. അതിനകത്തൊരു മനുഷ്യന് കാറിനകത്തിരുന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആ മനുഷ്യന് അതിനകത്തിരുന്ന് നോർമലായിട്ട് എന്തൊക്കെ ഒരു വക്കീല് ചെയ്യും. ഇയാൾ വക്കീൽ ഒബ്സർവ്, നമ്മള് ശരിക്കും അതൊരു ലാലേട്ടനൊക്കെ പറഞ്ഞ ഒരു വക്കീലാണ്, കേസ് വാദിക്കാൻ പോണ പ്രോപ്പർ വക്കീല്. കാരണം ആ മനസ്സിലപ്പോ എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് സ്ക്രീനിന്റെ പുറത്തിരുന്ന് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് പ്രിയാമണി ലൈക്ക് ലാലേട്ടന്റെ ഒരു ഓപ്പോസിറ്റ് വരുന്ന ക്യാരക്ടറാണ്. പക്ഷെ പ്രിയാമണിയിലൂടെ ലാലേട്ടന് വരുന്ന ഒരു ഇമ്പാക്റ്റിലേക്ക് ഈ സിനിമ പോവാമായിരുന്നു. ബിക്കോസ് there is a back story. പക്ഷെ അത് കൃത്യമായിട്ട് ജീത്തു ജോസഫും ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ ആ കുട്ടിയും കൂടി പിടിച്ചു നിർത്തി. അത് ഈ സിനിമയ്ക്ക് അടിപൊളിയായി. അതെങ്ങാനും ആ വഴിക്ക് പോയിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ഇത്രയും നല്ലൊരു അത് കൃത്യമായ ഒരു നിർത്തി. ആൻഡ് സിദ്ദിഖ് ചില സമയത്തുണ്ടല്ലോ സിദ്ദിഖിനെ ഇങ്ങനെ തലണ്ട് പിടിച്ചിട്ട് ഒരു അറ്റ കുത്തണ കൊടുക്കാൻ തോന്നി ഉള്ള കാര്യം പറയാം. അല്ല, അനശ്വരനെ നമ്മള് അപ്പോഴും ഭയങ്കര സംഭവം തോന്നുന്നത് 3 തൂണുകളാണ് സിനിമയില്. ലാലേട്ടനും സിദ്ദിഖും ഒക്കെ നിൽക്കുമ്പോഴാണ് അനശ്വര നിന്നിട്ട് പെർഫോം ചെയ്യുന്നത്. പക്ഷെ ചില സീനിൽ സത്യം പറയാം സിദ്ദിഖിനെ പിടിച്ചൊന്ന് പൊട്ടിക്കാന്ന് തോന്നി. ആ രീതിയിൽ പണ്ട് രജനീകാന്തിന്റെ ഒക്കെ സിനിമ കല്ലെടുത്ത് എറിഞ്ഞാലോന്നൊക്കെ വിചാരിച്ചു സ്ക്രീനിൽ. പക്ഷെ ബ്രില്യൻ മൂവി, ഒരു രക്ഷയില്ലാത്ത മൂവി. നിങ്ങൾ ഈ കോർട്ട് റൂം ഡ്രാമയാണെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു കോടതിയിൽ നടക്കുന്ന എന്ത് കാണാൻ, ആ മൈൻഡിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഷുവറായിട്ട് പറയുന്നു, ഡാം ഷുവറായിട്ട് പറയുന്നു, ആ മൈൻഡിൽ കയറിയ ആളടക്കം പടം കഴിയുമ്പോൾ കൈയടിച്ച് ഇറങ്ങിപ്പോയി. ആ കോടതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സാധാരണക്കാരല്ല, അപ്പൊ അതിനുള്ളിൽ കാണാൻ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും. അതെ, ആൻഡ് അതിനേക്കാൾ കൂടുതൽ ഇതില് അപ്പിയർ ചെയ്ത വേറെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് ജഡ്ജി ഒരു രക്ഷയില്ല, ജഡ്ജിയൊക്കെ വേറെ ലെവലാണ് മനുഷ്യൻ. ആൻഡ് ഇതിനകത്ത് ഒരു എന്താ പറയുക ദൃശ്യം എലമെന്റ് വിചാരിച്ചു പോകുന്ന ആളുകളോടാണ് പറയുന്നത്, ദൃശ്യം ഈസ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് മൂവി, ദിസ് ഈസ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് മൂവി. സോ അത് ദൃശ്യം വിചാരിച്ച് ഇതിന് കയറുന്നവർക്ക് ചിലപ്പോൾ ഇതിനകത്ത് ദൃശ്യം കിട്ടിയെന്ന് വരില്ല. ഇനി ഇത് കണ്ടിറങ്ങിയിട്ട് ദൃശ്യത്തിനെ കുറിച്ച് ആലോചിച്ചാൽ ഈ സിനിമയുടെ എഫക്ട് അതിലും കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ 2 സാധനവും കമ്പയർ ചെയ്ത് പോകണ്ട. മേ ബി ഇതിലൊരു കമ്പാരിസൺ ചിലപ്പോൾ തോന്നാവുന്നത് ഇതിനകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളുമാണ്. ലൈക്ക് അത് ദൃശ്യത്തിനെ പോലെ. ആൻഡ് അത് നല്ല രീതിയിൽ ഈ സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇതിന്റെ മ്യൂസിക്കും കൃത്യമായ രീതിയിൽ എസ്കലേഷൻസ് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതിന് എന്ത് ചെയ്തിട്ടുണ്ട്,
ഇതിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ഒന്ന് രണ്ട് ഇതൊരു മൈനർ മിസ്റ്റേക്ക് ആയിരിക്കാം. ചില സമയത്ത് ഡയലോഗ് ഡെലിവറി ഒരു പഞ്ച് സാധനം വരുമ്പോഴത്തേക്ക് അവിടെ കുറച്ചൊരു BGM ഓവർഡോസ് കയറി കളിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് സീൻ അത് ചിലപ്പോൾ നമ്മൾ കൃത്യമായി നോക്കിയിരുന്നില്ലെങ്കിൽ നമുക്ക് കിട്ടാതെ. അതൊരു ചെറിയൊരു ഇതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ബട്ട് ഓൾ ഇൻ ഓൾ മാസ്റ്റർ സ്ട്രോക്ക് അതേ പറയാനുള്ളൂ. ആഫ്റ്റർ ദൃശ്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മലയാള സിനിമേനെ ഇപ്പം അങ്ങനെയാ പറയുന്നത്, ആഫ്റ്റർ ആൻഡ് ബിഫോർ ദൃശ്യം. അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാ ദൃശ്യം വന്നതിന് അതെ മലയാള സിനിമ ഇപ്പൊ ന്യൂ ജനറേഷൻ മലയാള സിനിമ എടുത്ത് നോക്കുമ്പോൾ എല്ലാരും പറയുന്നത് എന്താ, ബിഫോർ ആൻഡ് ആഫ്റ്റർ ദൃശ്യം എന്നാണ്. അതുപോലെ തന്നെ പറയാൻ പറ്റിയൊരു സാധനമാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ നേര് എന്ന് പറയും. കാരണം അത്രയും എക്സ്ട്രോർഡിനറി സാധനം തന്നെ കേട്ടിട്ടുണ്ട് ലാലേട്ടൻ ഇതിൽ പറയണത്. കുറെ കാലമായിട്ട് കോർട്ടിൽ ആക്റ്റീവ് അല്ല, അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് ഇല്ല. അത് ഈ സിനിമയിൽ ആ കോൺഫിഡൻസ് ഇല്ലായ്മയും പിന്നെ ആ കോൺഫിഡൻസ് മെല്ലെ 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 കയറി വരുന്നതും ലാസ്റ്റ് ഈ കേസ് എന്റേതാണെന്നുള്ളത് കാണിക്കുന്നതും ഒക്കെ പ്രത്യേകം ഇങ്ങനെ കാണാം. ആ ഗ്രാഫ് ഇങ്ങനെ കയറി വരുന്നത് കാണാം. ഇനിയിപ്പോ അത് മാത്രമല്ല, ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ സ്ക്രിപ്റ്റ് റിലേറ്റഡ് ആയിട്ട് എന്തോ കേസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്നും നമുക്ക് അറിയില്ല. അതൊക്കെ കോടതിയിൽ ഇനി നേര് പോലെ തന്നെ നേരായി നടന്നോട്ടെ, നേരറിയട്ടെ, അത്രേ നമുക്ക് പറയാനുള്ളൂ. പക്ഷെ മിസ് ചെയ്യേണ്ട തിയേറ്ററിൽ ക്ലാസ് മൂവിയാണ് മലയാളത്തിൽ നിന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഡെഫിനറ്റ്ലി ഇതിനി ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡയിലുള്ളവർക്ക് കൊണ്ടുപോയിട്ട് ആരും ചാടി എടുത്തോണ്ട് പോകും. അങ്ങനത്തെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് സാധനം മലയാളികൾക്ക് കിട്ടിയിരിക്കുകയാണ്. എന്താണെങ്കിലും ഇനി ന്യൂ ഇയറിന് ഇനിയിപ്പോൾ സലാറ് വരാനുണ്ട്, ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഡുങ്കി കാണും. ബട്ട് ഈ സിനിമ ഈ സിനിമ ലൈക്ക് ഞാൻ എവിടെ പ്ലേസ് ചെയ്യുന്നതാണ് നോക്കുന്നത്. കാരണം എനിക്ക് കോർട്ട് റൂം ഡ്രാമ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഈ സിനിമ എങ്ങനെ പ്ലേസ് ചെയ്യുന്ന അറിയോ, മോഹൻലാലിന്റെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വക്കീൽ വേഷം അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ലാലേട്ടൻ മുന്നേ ചെയ്തുള്ള വക്കീലുകളൊക്കെ ഇങ്ങനത്തെ മാനുഷികതയുള്ളതും ഒക്കെയാണ് കുറെ. പക്ഷെ ഇതില് വേറെ കാര്യം ശ്രദ്ധിച്ചോ, ലാലേട്ടന്റെ തുടക്കത്തിൽ 1-2 ഉണ്ട് ചെറിയൊരു തമാശേന്റെ സാധനങ്ങൾ, 2 ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂപ്പര്. മനുഷ്യന് എന്താ ചെയ്യാൻ പറ്റാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് ചെയ്താലും അയാളായി മാറണം. ഇയാളെ പിടിച്ച് ഏജന്റ് ആക്കാതിരുന്നാ മതി, അത്ര മാത്രം മതി. വേറെ ലെവല് പടം, ഡെഫിനറ്റ്ലി പോയി കണ്ടോ, വർത്ത് വാച്ചിങ് ആണ്.